ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മധുസൂദനൻ പറയുകയാണ്, അതെ, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല മഹിമേ. നമ്മൾ അവരെ സ്നേഹിക്കണം, എന്നാലേ നമ്മൾക്ക് തിരിച്ച് സ്നേഹം കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വാശിയും വൈരാഗ്യങ്ങളെല്ലാം ഞാൻ കളഞ്ഞു മഹിമേ. ഇനി ഞാനൊരു സർപ്രൈസ് പറയട്ടെ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഞാനേ രവിയുടെ വീട്ടിലേക്ക് പോവാണ്, നമ്മുടെ മോളെ കാണാൻ വേണ്ടി. ഇത് കേട്ട മഹിമയാണെങ്കിൽ അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. എന്താ, എനിക്കെന്നാ പറഞ്ഞൂടെ? ഞാൻ അവരെ പോയി കാണുകയും എൻ്റെ മോളെ പോയി കാണുകയും സന്തോഷത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യും എന്നും പറഞ്ഞ് മധുസൂദനൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മഹിമയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇയാൾക്ക് ശരിക്കും വട്ടായോ? ഇങ്ങേരിത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ മഹിമ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചന്ദ്രോദയം കാണിക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടിലേക്ക് നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും സച്ചിയും രേവതിയൊക്കെ വരിക. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ മക്കളെ, നിങ്ങൾ എത്തിയോ? ഹോസ്പിറ്റലിൽ കണ്ടോ? ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛാ സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, കുട്ടി നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്നിങ്ങനെ രേവതി പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ ആകെ അരിശവും വരികയാണ്. ഇത് എങ്ങനെയെങ്കിലും നശിപ്പിച്ചാൽ കൊള്ളാവുന്നൊക്കെ വർഷയുടെ മനസ്സിലൊക്കെയുണ്ട്. അപ്പോൾ രവി പറയാണ്, മോളെ ഇനി എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധ വേണമെന്ന്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എങ്കിലും ലീവ് എടുക്കണം. ലീവ് എടുത്തിട്ട് ഇവിടെ റെസ്റ്റ് എടുത്ത് ഇവിടെ ഇരുന്നോ, ഇനി കുറച്ച് നാളത്തേക്ക് ജോലിക്കൊന്നും പോകണ്ട, കേട്ടല്ലോ പറഞ്ഞത്. അപ്പോൾ വർഷം ഇങ്ങനെ ചിന്തിക്കണം, എല്ലാവരും സന്തോഷത്തിലാണല്ലോ ദൈവമേ, പക്ഷേ എനിക്കിത് വലിയൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഡോക്ടർ തന്ന എല്ലാ മെഡിസിനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കണം. അങ്ങനെ ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അതോടെ ഇത് ക്ലോസ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ വർഷയോട് ചോദിക്കണം, എന്താ വർഷ നീ എന്തെങ്കിലും ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ചേച്ചി, അല്ല മെഡിസിൻ കഴിക്കാനുള്ള സമയമില്ലേ ചേച്ചി, ആ മെഡിസിൻ ഇങ്ങോട്ട് തന്നിട്ടേ ഞാൻ പോയി കഴിച്ചോളാം. വേണ്ട വേണ്ട വേണ്ട, മെഡിസിൻ എല്ലാം എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, ഞാൻ ഏതായാലും മെഡിസിൻ കറക്റ്റ് സമയത്ത് നിനക്ക് ഞാൻ എടുത്തു തന്നോളാം കേട്ടോ. മോള് പോയി റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ മെഡിസിനായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയാം. അപ്പോൾ വർഷയാണെങ്കിലും ഇത് വല്ലാത്തൊരു ശല്യമായി പോയാലും ഇനിയിപ്പോൾ ആ പ്ലാനും നടക്കൂല, ഇതെന്തൊരു കഷ്ടമാണ് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ വർഷ. അങ്ങനെ ഒരു എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര മാത്രം ആകെ ദുഃഖിച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്ര ദുഃഖിച്ചിരിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും രവി അവിടെ ചെന്നിട്ട്, ചന്ദ്ര നീ എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിൻ്റെ ശ്രുതി ആദ്യം അച്ഛനായി കാണണമെന്നാണ്. പക്ഷേ അത് നടന്നില്ല. എന്ത് ചെയ്യാനാ, നീ തന്നെയല്ലേ ശ്രുതിയെ അടിച്ച് പുറത്താക്കിയത്, പിന്നെ എന്ത് ചെയ്യും? ഇനി ഒരു വഴിയില്ല, ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്ര എന്ന് പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാമയുടെ വീടാണ്. ഭാമയുടെ വീട്ടിലേക്ക് ശ്രുതിയും മീരയും കൂടി വന്നിരിക്കുക. കോളിമ്പെല്ലടിക്കുകയാണ്. ഭാമ കഥവ് തുറന്നു നോക്കുക. കഥ തുറന്നു നോക്കിയപ്പോഴേക്കും രണ്ടുപേരും ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അതെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ശ്രുതി ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ചന്ദ്രയുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞോളാം, അല്ലാതെ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണമെന്നൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീര, അതുകൊണ്ടൊന്നും അല്ല ആൻറ്റി, ഇവളെ ഞാനാ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. ആണോ? എന്താ കാര്യം? അപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഛർദ്ദിക്കുക, ഭയങ്കര ഛർദ്ദിൽ. അയ്യോ ശ്രുതിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അതെ ആൻറ്റി, ഇവളെ ഇപ്പം ഛർദ്ദിൽ തന്നെയാണ്, ഇത് കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് കാര്യം? അതെ, വർഷയ്ക്ക് മുമ്പ് പ്രഗ്നൻ്റ് ആയത് അത് ശ്രുതിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭാമയാണെങ്കിൽ, അടുത്ത കള്ളത്തരം കൊണ്ട് വന്നിരിക്കുകയാണോ? ഇതിലെന്തോ കള്ളത്തട്ടിപ്പുണ്ടല്ലോ. അയ്യോ ആൻറ്റി, ഒരിക്കലും ഒരു കള്ളത്തട്ടിപ്പും ഇല്ല ആൻറ്റി, വർഷയ്ക്ക് മുമ്പ് പ്രഗ്നൻ്റ് ആയതാ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, അതെ ആൻറ്റി, പക്ഷേ എനിക്കിത് ആൻറ്റിയോടൊന്നും തുറന്നു പറയാനായിട്ട് പറ്റിയില്ല. അതെന്താ പറയാതിരുന്നത്? നീ എത്ര പ്രാവശ്യം ഇവിടെ വന്നു, എന്നിട്ട് നീ എന്താ പറയാതിരുന്നത്? അപ്പോഴേക്കും ഈ മീര പറയാണ്, അത് പറയാതിരുന്നതിനുള്ള കാരണമുണ്ട്. ഇവളെ ആ കുഞ്ഞിനെ അബോഷണാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവളെയും ഇവളുടെ ഭർത്താവിനെയും പിരിപ്പിക്കാൻ വേണ്ടി നടക്കുകയല്ലേ ഇവളുടെ അമ്മായിയമ്മ. അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് തന്നെ ഇവള് കരുതി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഞാനാ പറഞ്ഞത്, വേണ്ട ശ്രുതി, നീ കയ്യാബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത്, അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേക്ക് മാറുക തന്നെ ചെയ്യും എന്നൊക്കെ ശ്രുതിയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുകയായിരുന്നു ആൻറ്റി ഞാൻ. അപ്പോൾ ശ്രുതി ഇതിങ്ങനെ കരച്ചില്ല. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഭാമ വിശ്വസിച്ച് പോയി. അപ്പോൾ ഭാമയാണെങ്കിലും, ഒന്നും മോളെ, നീ പ്രഗ്നൻ്റ് ആയതിൽ ഏറ്റവും വലിയ സന്തോഷിക്കും നിന്റെ ഭർത്താവായിരിക്കും. നീ ആ കുഞ്ഞിനെ നശിപ്പിച്ചിരുന്നെങ്കിലോ, നിന്റെ ഭർത്താവിന് എത്രമാത്രം സങ്കടം ഉണ്ടാകും. പിന്നെ അമ്മയെ പേടിച്ച് ശ്രുതി അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട് നിന്നോട്. പക്ഷെ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും ശ്രുതി.
അപ്പോൾ ഇങ്ങനെ കളഞ്ഞാൽ കൊള്ളാവുമായിരുന്ന മോളെ എന്നൊക്കെ പറയണേ. എന്ത് ചെയ്യാനാണ് ആൻറ്റി, എൻ്റെ ഒരു നിവൃത്തികേട്, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ദേ കയ്യാബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ മോളെ, നീ ഏതായാലും ഇവിടെ നിൽക്ക്, ഞാൻ ഏതായാലും പറയുന്നുണ്ട് ചന്ദ്രയോട്. പറയണോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചല്ല, ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്ന് തന്നെ പറയുന്നുണ്ട് ചന്ദ്രയോട്, നീ ഗർഭിണിയാണെന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടപ്പോഴേക്കും വളരെയേറെ നന്ദി ആൻറ്റി, മോൾ നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ ആൻറ്റി വേണ്ട ആൻറ്റി, പായസം ഒന്നും വേണ്ട, ഇത് ആൻറ്റിയുടെ അടുത്ത് വന്നൊന്ന് പറയണമെന്ന് തോന്നി, അത്രയും മാത്രമേ ഉള്ളൂ. ശരി മക്കളെ, എങ്കിൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ മണ്ടി ശിരോമണി, കണ്ടില്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചു. എടി നിന്റെ ബുദ്ധി അപാരം തന്നെയാണ്, ഇനി എത്രയും പെട്ടെന്ന് നീ ചന്ദ്രോദയത്തിലേക്ക് കയറി ചെല്ലുമല്ല, അത്രയും വലിയ കാര്യമല്ലേ എന്തൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ രവിയും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ വരുന്നു മധുസൂദനൻ. അപ്പോൾ വണ്ടി വന്നിങ്ങനെ ഇറങ്ങുകയാണ്. ഇവർ മധുസൂദനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയി, ദൈവമേ അതെ രവിയേട്ടാ, ആ മധു ആണല്ലോ വരുന്നത്, വർഷയുടെ അച്ഛൻ. ശരിയാണല്ലോ, മധുസൂദനാണല്ലോ വരുന്നത്. അങ്ങനെ ഇയാളോട് കയറി വരിക. ഇയാളിങ്ങോട്ട് കയറി വന്ന് രവി എന്നും പറഞ്ഞുകൊണ്ട് വാ വന്ന് കയറിയിരിക്കുക. അപ്പോഴേക്കും സച്ചിയും രേവതിയൊക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. സച്ചി പറയുകയാണ്, ഇയാളെന്തിനും ഇങ്ങോട്ട് വന്നത്, ഇറങ്ങിപ്പോടോ, താനിവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ? എൻ്റെ വാര്യകട വല്ലതും കേൾക്കണ്ട, വർഷയുടെ അച്ഛനായത് കൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അയ്യോ സച്ചി, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ എൻ്റെ മോളെ കാണാനും പിന്നെ നിങ്ങളെല്ലാവരെയും കാണാനും ഒക്കെ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ അടുത്ത അടവായിട്ട് വന്നിരിക്കുകയാണോടോ, തൻ്റെ അടവൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല, ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറയുമ്പോൾ രേവതി തടയുകയാണ്. സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, സച്ചിയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ രവി, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം രവി കേൾക്കണം, ഞാനൊരു പ്രശ്നത്തിന് വേണ്ടി അല്ല രവി വന്നത്, എനിക്കറിയാം ഞാൻ എത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതിനെല്ലാത്തിനും മാപ്പ് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പോൾ ദേ വർഷ വരുന്നു, വർഷ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കണം, എൻ്റെ പൊന്നു മോളെ, സന്തോഷമായി അച്ഛന്. അച്ഛൻ ഇങ്ങോട്ടൊക്കെ വന്നല്ലോ അച്ഛാ. അതേ മോളെ കാണാനും ഇവരെയൊക്കെ കാണാനും പിന്നെ രവിയോട് മാപ്പ് ചോദിക്കാനും വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. വർഷ, നിനക്ക് ഈ വീട്ടിലേക്ക് വന്നത് നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, നീ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും നല്ല ശരി, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത്, അവൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷേ അവൻ്റെ കയ്യിൽ മുഴുവൻ സ്നേഹമുണ്ട്, ആ സ്നേഹം മുഴുവൻ നിനക്കല്ല തരുന്നത്, അതിൽ പരം പിന്നെ എന്ത് വേണം, പണമൊക്കെ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, മനുഷ്യന് സ്നേഹവും സമാധാനവും ആണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നൊക്കെ ഈ മധു ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കണ്ണും പിടിച്ച് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇയാൾക്കത് എന്ത് പറ്റി, ഭ്രാന്തായോ? അപ്പോഴേക്ക് സച്ചി പറയുകയാണ്, ഇയാൾ ചുമ്മാ കിടന്ന് വിടുവായ പറയുകയാണ്, ഇയാളെ ഞാൻ ഇന്ന് ശരിയാക്കി, ഇയാൾ ചുമ്മാ എന്തെങ്കിലും കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അടുത്ത അടവായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ പറയാണ്. അയ്യോ സച്ചി, ഞാൻ മനസ്സിൽ തൊട്ടാണ് പറയുന്നത്, ഞാൻ ശരിക്കും മാറി, എൻ്റെ മനസ്സിൽ തൊട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, എനിക്കങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല സച്ചി, ഞാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമോ? വരില്ല, നിങ്ങളെയൊക്കെ കാണില്ല. ഞാൻ രവിയോട് ഒരുപാട് അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, രവിയെ എല്ലാവരുടെ മുന്നിൽ മോശമായിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. തുടങ്ങിയപ്പോഴേക്കും എൻ്റെ അടിയും താൻ മറന്നിട്ടുണ്ടാവില്ലല്ലോ? ഇല്ല സച്ചി, ഞാൻ മറന്നിട്ടില്ല, അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ, പക്ഷേ എല്ലാം എൻ്റെ ഭാഗത്താരും തെറ്റ്, ഞാൻ ഒരേ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടല്ലേ സച്ചി എന്നോട് കയർത്ത് സംസാരിച്ചിട്ടുള്ളത്. രവി, എന്നോട് ക്ഷമിക്കണം രവി, ഇനി മേലെ ഞാൻ രവിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ചെയ്യില്ല, അത് ഞാൻ വാക്ക് തരികയാണ് രവി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയും ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വർഷയൊക്കെ എന്നറിയാൻ പാടാത്തൊരവസ്ഥ. എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞു, അവൾ എന്തൊക്കെയാണ് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് മനസ്സിലായി, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്, അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പറയുകയാണ്. ശ്രീകാന്തേ, നീ നല്ലവനാ ശ്രീകാന്തേ, അതുകൊണ്ടാണല്ലോ നീ എൻ്റെ മകളെ കൈവിടാതെ പിടികൂടിയിരിക്കുന്നത്, എൻ്റെ മകൾക്ക് ഒരു കുറവുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ മോള് ഈ വീട്ടിലേക്ക് കയറി വന്നത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ചന്ദ്രേ, എൻ്റെ മകളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു അമ്മായിയമ്മയെ കിട്ടിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്ന് ചിരിക്കുകയാണ്. രേവതി പറയുന്നത് കേട്ടില്ല രേവതി? അടുത്ത ഡയലോഗ്, അടുത്ത അടവ്, ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ, അയാൾ എന്താ പറയണമെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാമല്ലോ. അങ്ങനെ മനസ്സ് തുറന്ന് തന്നെ ഈ മധുസൂദനൻ നന്നായിട്ട് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ ചോദിച്ചിട്ട്
വേറൊരു കാര്യം പറയാണ്, എനിക്ക് എൻ്റെ ഇനി ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരിക്കും എന്ന് അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാരാ എന്ന് ശ്രുതി ചോദിക്കുകയാണ്. ദേ നിങ്ങളുടെ ഈ വീട്ടിലെ ദൈവം, അതായത് ഈ രവിയാണ് ഇനി ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവനിനി ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കില്ല, വേദനിപ്പിച്ചിടത്തോളം മതി. അപ്പം എല്ലാവരും ചോദിക്കണം, എന്താണ് നിങ്ങളുടെ മനസ്സിങ്ങനെ മാറാനുള്ള കാരണം, പെട്ടെന്ന് ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ മനസ്സ് മാറില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്നലെ കണ്ട ഞാനല്ല ഇപ്പം ഇന്ന് എൻ്റെ മനസ്സ് ശരിക്കും മാറി. എനിക്ക് ചില കുറ്റബോധങ്ങൾ ഉണ്ടായി, എൻ്റെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വന്നുദിച്ച് കയറി. എന്തിനാണ് വാശിയും വൈരാഗ്യവും വെച്ച് എല്ലാവരോടും പെരുമാറുന്നത്? അതൊക്കെ നമ്മളുടെ മരണം വരെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുമോ? ഇല്ല ശ്രുതി. അതുകൊണ്ട് എൻ്റെ എല്ലാം മനസ്സ് മാറ്റി ഞാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ എല്ലാവരെയും കണ്ടു, എൻ്റെ മോളെയും കണ്ടു, എനിക്ക് സന്തോഷമായി, സമാധാനമായി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ മധുവിനെ പിടിച്ച് നിർത്തുകയാണ്. ഏതായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചായയൊക്കെ കുടിക്കുക. അപ്പോൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴും നമ്മുടെ സച്ചിവാണ്, ചായ കുടിച്ച് കഴിഞ്ഞല്ലോ, ഇനി പൊയ്ക്കോ പോയി പുറത്തേക്ക് ഇറങ്ങി പൊയ്ക്കണ്ടേ എന്ന് പറയുകയാണ്. ഞാൻ പൊയ്ക്കോളാം മോളെ, അച്ഛൻ പോവാണ്ട മോളെ. ഏതായാലും മോളുടെ കൂടെ താമസിക്കണമെന്ന് അച്ഛനും വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. വീട്ടിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കില്ലല്ലോ മോള്, അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോളോടൊപ്പം താമസിച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇത് കേട്ടതൊക്കെ സച്ചിയാണെങ്കിൽ രേവതി അടുത്ത പണി വന്നു, അയാളിനി ഇവിടെ താമസിച്ച് എന്തെല്ലാം കുളം തോണ്ടാനുള്ള പരിപാടിയാണോ ആവോ? എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ. അങ്ങനെ നമ്മുടെ മധു ആണെങ്കിൽ ശരി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മധു അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. രവിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രവി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആ സൗഹൃദം സ്ഥാപിച്ച് നല്ല രീതിയിലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.